ക്രിസ്മസ് പുതുവത്സര സീസൺ ആയതോടെ മലയാള സിനിമകളുടെ OTT റിലീസുകൾ സജീവമാവുകയാണ്. ഇതിനകം റിലീസ് ചെയ്തതും ഇനി വരാനിരിക്കുന്നതുമായ നിരവധി ചിത്രങ്ങളാണ് വിവിധ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരെ തേടിയെത്തുന്നത്. ക്രിസ്മസ് പുതുവത്സര സീസണോടനുബന്ധിച്ച് മലയാള സിനിമകളുടെ OTT റിലീസുകൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററുകളിലെ റിലീസുകൾ പോലെ തന്നെ പ്രേക്ഷകരിൽ വലിയ കാത്തിരിപ്പാണ് ഇന്ന് OTT റിലീസുകൾക്കുമുള്ളത്. പ്രത്യേകിച്ചും ഫെസ്റ്റിവൽ സീസണുകളിൽ ശ്രദ്ധേയമായ സിനിമകൾ ഒരുമിച്ച് OTTയിലേക്ക് എത്തുന്നതും പതിവായി മാറിയിരിക്കുകയാണ്. ഈ പുതുവത്സര സീസണിൽ മലയാളത്തിൽ ഇതിനകം തന്നെ റിലീസ് ചെയ്തതും ഇനി വരാനിരിക്കുന്നതുമായ നിരവധി ചിത്രങ്ങളാണ് വിവിധ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരെ തേടിയെത്തുന്നത്. സതീഷ് തൻവി സംവിധാനം ചെയ്ത അൽതാഫ് സലീം, അനാർക്കലി, മരക്കാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലായി എത്തിയ ഇന്നസെന്റ് ഇന്നു മുതൽ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശനം ആരംഭിക്കുകയാണ്. ഈ വർഷം ഏറെ ശ്രദ്ധ നേടിയ മലയാള ചിത്രങ്ങളിലൊന്നായ എക്കോ ഡിസംബർ 31-ന് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യപ്പെടും. പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത റോഷൻ മാത്യു, സെറിൻ ഷിഹാബ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഇത്തിരി നേരം ജനുവരി 31-ന് സൺ നെക്സ്റ്റിലൂടെ OTTയിലെത്തും. ആരാധകർ ഏറെ കാത്തിരുന്നതാണ് മമ്മൂട്ടി പ്രതിനായകനായി എത്തിയ കളങ്കാവലിന്റെ OTT റിലീസ്. എന്നാൽ കളങ്കാവലിന്റെ OTT ഈ മാസം സോണി ലൈവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. എന്നാൽ കൃത്യമായ റിലീസ് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പൃഥ്വിരാജ്, ജയൻ നമ്പ്യാർ കൂട്ടുകെട്ടിലെ വിലായത്ത് ബുദ്ധയും ഷെയ്ൻ നിഗം അഭിനയിച്ച ബൾട്ടിയും ഉടൻ OTTയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. വിലായത്ത് ബുദ്ധ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും ബൾട്ടി ആമസോൺ പ്രൈമിലൂടെയും റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.